ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുതു തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരള വിഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ്. അതായത് എൻ്റെ വീട്ടിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡാണ് കുറച്ചധികം നാളുകളായി, ഇപ്പോൾ ഏകദേശം 2-2.5 കൊല്ലത്തിൻ്റെ അടുത്താവാറായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റിവ്യൂസും ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മെസ്സേജസ് എനിക്ക് ഇങ്ങനെ വരാറുണ്ട്. അതായത് ഇങ്ങനെ കുറേ സംശയങ്ങൾ പോലെ കുറേ ബ്രോഡ്ബാൻഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതിൽ എപ്പോഴും റിപ്പീറ്റഡായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 2.5 കൊല്ലമായിട്ട് യൂസ് ചെയ്ത എൻ്റെ ഒരു റിവ്യൂ, എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അതാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും, അപ്പോൾ വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴ്ത്ത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് കണക്ഷൻ്റെ ചാർജാണ്. അപ്പോൾ ഇപ്പോഴത്തെ കണക്ഷൻ്റെ ചാർജ് എനിക്കറിയില്ല, കാരണം ഞാൻ അടുത്തത് 2.5 കൊല്ലമായി. അപ്പോൾ ഞാൻ അടുത്ത സമയത്ത് ചാർജ് എന്ന് പറയുന്നത് ഒരു 3500 രൂപയായിരുന്നു. അത് അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ഓഫർ എന്താണെന്ന് വെച്ചാൽ 3500 രൂപയ്ക്ക് നമുക്ക് മോഡം, 6 മാസത്തേക്കുള്ള നെറ്റ്, ബാക്കി ഇൻസ്റ്റാളേഷൻ എല്ലാം കൂടി 3500 രൂപയ്ക്ക് 6 മാസത്തേക്ക് ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അന്നതൊരു ഓഫറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെടുത്തത്. അന്ന് ഇപ്പോൾ ആ ഓഫർ ഇല്ലാതാണ്, ഇപ്പോൾ വേറെ പുതിയ ഓഫറുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓഫറുള്ള സമയത്താണ് എടുത്തത്. അപ്പോൾ അത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം അടിപൊളി ഒരു ഓഫറായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇത്രയും നാൾ നെറ്റും ബാക്കി സംഭവങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അടിപൊളി ഓഫറായിരുന്നു. അപ്പോൾ അതായിരുന്നു കണക്ഷൻ ചാർജ്. പിന്നെ പുതിയ കണക്ഷൻ ചാർജ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് തന്നെയാണ് പേര്. അപ്പോൾ അതെടുത്ത് നോക്കിയാൽ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതൊക്കെ അവർ പോസ്റ്റാക്കി ഇടാറുണ്ട്. അതായത് പുതിയ പ്ലാൻ്റെ ചാർജുകളും പിന്നെ ഇൻസ്റ്റാളേഷൻ്റെ ചാർജുകളും എത്രയാണെന്നൊക്കെ അതൊക്കെ പോസ്റ്റാക്കി അവർ ഇടാറുണ്ട്. അപ്പോൾ അതിൽ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സംഭവം വരുന്നത് കോൺടാക്ട് നമ്പർ, അതായത് പുതിയ കണക്ഷൻ എടുക്കണമെങ്കിൽ ആരെയെ വിളിക്കേണ്ടത്, എങ്ങനെ കിട്ടേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ അവിടെ ഈ ഒരു കേരള വിഷൻ്റെ തന്നെയാണ് നമ്മുടെ കേബിള്. അപ്പോൾ അത് അവർക്കാണ് ഞാൻ വിളിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് എടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേരള വിഷൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്. അതിലെല്ലാ പോസ്റ്റിൻ്റെയും താഴെ വാട്സപ്പ് നമ്പറും അതേപോലെ തന്നെ കോൾ ചെയ്യാനുള്ള നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി കണക്ഷൻ എടുക്കാനൊക്കെ ആണെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ചോദിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അതായത് നമ്മുടെ ബ്രോഡ്ബാൻഡിന് സ്പീഡ് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്പീഡിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ലൈവായിട്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് വെച്ചിട്ട് എൻ്റെ വീട്ടിലെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ലൈവായിട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ സ്പീഡ് മനസ്സിലാവും. സ്പീഡിനെ കുറിച്ച് ഒരു നോർമലായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡുണ്ട്. പിന്നെ അപ്പോൾ തന്നെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ സ്പീഡ് നല്ല രീതിയിൽ കുറയും. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ താഴത്തെ നിലയിലാണ് നമ്മുടെ ബ്രോഡ്ബാൻഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ എടുക്കണമെങ്കിൽ സ്പീഡ് നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള ബ്രോഡ്ബാൻഡുകളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എത്ര ഡിസ്റ്റൻസ് വരുമ്പോൾ സ്പീഡ് കുറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് താഴ്ത്തി ഞാൻ കൊടുക്കാം ലിങ്ക്. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമർ കെയർ, അതായത് കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ വല്ല പ്രശ്നങ്ങളുണ്ടായ ആൾക്കാരെ വിളിച്ചാൽ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അവിടെ പെട്ടെന്ന് വരാറുണ്ട്, അതായത് എൻ്റെ ഈ ഒരു ലൊക്കേഷനിൽ പെട്ടെന്ന് വരാറുണ്ട്. പക്ഷേ ഞാൻ കുറേ കമൻറ്റുകൾ കാണാറുണ്ട്, അതായത് വിളിച്ചാൽ വരാറില്ല, അങ്ങനെ കുറേ കമൻറ്റുകൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരേ ലൊക്കേഷനിലെ ആൾക്കാരനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കുറേ കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. അതായത് ചില സ്ഥലങ്ങളിൽ വിളിച്ചാൽ വരില്ല, കുറേ നാളായി വിളിച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓരോ ലൊക്കേഷൻ അനുസരിച്ചാണ് അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ലൊക്കേഷൻ ബേസ്ഡാണ് ആ സംഭവം വരുന്നത്. എൻ്റെ അവിടെ വലിയ കുഴപ്പമില്ല. പിന്നെ വരുന്നത് ബ്രോഡ്ബാൻഡും കേബിളും ഒരുമിച്ച് കിട്ടുമെന്ന്. അതായത് അത് കിട്ടും. എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. അതായത് കേരള വിഷൻ്റെ കേബിൾ ആദ്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് എടുത്തത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു ഒറ്റ വയറാണ്, നമ്മുടെ ഫൈബർ വയറായതുകൊണ്ട് നമ്മുടെ ബ്രോഡ്ബാൻഡും കേബിളും കൂടി ഒറ്റ വയറിലാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു വയറിൽ നമുക്ക് 2 കണക്ഷനും കൂടി എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടും നമുക്ക് കേരള വിഷൻ്റെ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ കേബിളും ബ്രോഡ്ബാൻഡ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായി. ബ്രോഡ്ബാൻഡ് മാത്രമായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ചില ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ കേബിളില്ല, ബ്രോഡ്ബാൻഡ് മാത്രമുള്ളവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെറ്റിൻ്റെ കുറിച്ചൊരു റിവ്യൂ, അതായത് ഈ നെറ്റ് സ്പീഡ് അത് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധാരണ നോർമൽ യൂസാണ്, ഡൗൺലോഡിങ്, അപ്ലോഡിങ്. പിന്നെ മെയിനായിട്ട് വരുന്നത് എനിക്ക് അപ്ലോഡിംഗ് ആണ്. അതായത് എനിക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അപ്ലോഡിങ് സ്പീഡ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, ഡൗൺലോഡ് സ്പീഡിങ്ങും അടിപൊളിയാണ്. പിന്നെ ചോദിക്കാറുള്ളത് ഗെയിമിങ്ങിന് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗെയിമിങ് നമ്മളിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, അതായത് സ്ട്രീമിംഗ് ഒന്നും. അതിനും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കമൻറ്റുകൾ കാണാറുണ്ട്, നമ്മുടെ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ ഗെയിമിങ് ശരിയാവണില്ല, ഗെയിമിങ് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ ഗെയിമിങ് ചെയ്യുന്ന ആരെങ്കിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക ഗെയിമിങ്ങിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണുള്ളത്. പിന്നെ പ്രൈസ്, അതായത് ഞാൻ റീചാർജ് ചെയ്യുന്ന പ്രൈസ് എത്ര, ഒരു മാസം എത്ര പ്രൈസിൽ റീചാർജ് ചെയ്യേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ ഞാൻ
ചെയ്യുന്ന പ്ലാൻ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാൻ എന്ന് പറയുന്നത് 494 പ്രൈസ് വരുന്നത്, അതായത് ഏകദേശം 500 രൂപയുടെ അടുത്താണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അതിൽ 50 MB/s ആണ് സ്പീഡ് 40 ഇപ്പോൾ കുറച്ചാളായിട്ട് കൂടിയതാണ് 50 ആക്കിയതിൻ്റെ അവർ. പിന്നെ 2000 GB ആണ് അൺലിമിറ്റഡ് പോലെ തന്നെ നമുക്ക് 2000 GB ആണ് അതിൽ ഡാറ്റ വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനുകൾ. ഞാനെല്ലാം എൻ്റെ വീട്ടിലെല്ലാ മാസവും ആണ് റീചാർജ് ചെയ്യുക. റീചാർജിങ് ഒക്കെ ഭയങ്കര സുഖമാണ്. അതായത് നമ്മൾ സാധാരണ മൊബൈൽ റീചാർജ് ചെയ്യണ പോലെ നമുക്ക് ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ സംശയങ്ങളാണ് നോർമലായിട്ട് എനിക്ക് എപ്പോഴും കമൻസിൽ വരാറ്. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടും വരാറുള്ള സംഭവങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ വേറെ ഇത് കൂടാതെ വേറെ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കേരള വിഷൻ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിൻ്റെ റിവ്യൂ ജസ്റ്റ് ഒന്ന് താഴ്ത്തുന്ന കമൻറ്റ് ഇടാം. ബാക്കിയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് ബാക്കി ഇപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് യൂസ്ഫുൾ ആയിരിക്കും. അതായത് ഇപ്പോൾ ഗെയിമിംഗ് ചെയ്യണമെങ്കിൽ ഗെയിമിംഗ് റിവ്യൂ, അതേപോലെ തന്നെ നോർമൽ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒന്ന് താഴത്ത് കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എത്ര ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ചെറിയൊരു Q&A വീഡിയോ പോലത്തെ വീഡിയോ നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ വീഡിയോയിലേക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത്തിന് നോട്ടിഫിക്കേഷൻ എവിടെ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വലിയ വിളിയാണ്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.